മിണ്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടില്ല. പാർട്ടി നടപടിയിൽ ഒരക്ഷരം പറയാൻ സാധ്യതയില്ല. മാധ്യമങ്ങൾ ഇത്ര സമയമായി ചോദിച്ചിട്ടും പാർട്ടി എടുത്ത നടപടിയിൽ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ ഒരക്ഷരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല. രാഹുൽ ഇപ്പോഴും വിശ്വസിക്കുന്നു തനിക്ക് കുറച്ച് ആളുകൾ അവിടെയുണ്ട്, താൻ ആ രീതിയിൽ പുറത്താക്കപ്പെടേണ്ടവനല്ല എന്നുള്ള ആത്മവിശ്വാസമായിരിക്കും ഇപ്പോഴും രാഹുലിന് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പാർട്ടി പൂർണ്ണമായും, കോൺഗ്രസ് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളഞ്ഞതാണ്. പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വം വരെ കട്ട് ചെയ്തതാണ്. ആ സാഹചര്യത്തിൽ ആ നടപടിയിൽ ഒരക്ഷരം പോലും പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും എല്ലാ മാധ്യമങ്ങളും ചോദിച്ചിട്ടും ഒരക്ഷരം പോലും കോൺഗ്രസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നിയമപരമായുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എസ്സാബാദിലും അടച്ചു. ഫയലുകളൊക്കെ എടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് ദിവസമായിട്ട് സ്ഥലത്ത് ഇല്ലാത്ത ആളാണ്. സ്വാഭാവികമായിട്ടും നിരവധി ഫയലുകൾ ഇല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ആളുകളുടെ പ്രശ്നങ്ങൾ, ജനപ്രതിനിധിയാണ് മുങ്ങിയത്. സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടതുണ്ടാവും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്ത് കയറ്റി കാര്യങ്ങൾ അറിയിക്കുകയാണ്. സ്റ്റാഫാണ് കൂടെയുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസ് നേതാക്കളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഇനി എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ രാഹുലിനുള്ള സപ്പോർട്ടെന്ന് അറിയേണ്ടതുണ്ട്. വീണ്ടും മാധ്യമങ്ങളെ കാണാനുള്ള, ഇല്ലെങ്കിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോലും കോൺഗ്രസ് എടുത്ത് പുറത്തു കളഞ്ഞതിനെക്കുറിച്ച് രാഹുൽ ഈ സാഹചര്യത്തിൽ മിണ്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയ മാസ് കാണിക്കലല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. കാരണം താൻ കുറ്റവാളിയായ 2 കേസാണ്, പീഡന കേസുകളാണ് കോടതിയിലുള്ളത്. SIT അതിന്റെ അന്വേഷണം നടത്തുന്നു. അതിജീവിതകളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടതാണ്. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ച വളരെ നിർണായകമാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇതിൽ എന്തെങ്കിലും ഒരക്ഷരം കൂടി ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുണ്ടാവുക. അതുവരെ മിണ്ടില്ല. ഇതിനെ ഒരു മാസ് കാണിക്കൽ എന്ന് പറയാൻ സാധിക്കില്ല. മാസ് കാണിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരക്ഷരം മിണ്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഉറപ്പാണ് കോൺഗ്രസ് എടുത്ത നടപടിയിൽ ഒരക്ഷരം പോലും പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. വീണ്ടുമുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയായിരുന്നു മറുപടി? തീർച്ചയായും നമ്മൾ 3 സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന അദ്ദേഹം പറയുന്നുണ്ട് മരണം വരെ കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളത്. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടി എടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായില്ല. ഇന്ന് രാവിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ, പാലക്കാട് MP ഉൾപ്പെടെ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്, അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ ഉണ്ട്. ഇക്ബാല്, ഇപ്പോ ഈ പാർട്ടി വിലക്കുണ്ടല്ലോ, അദ്ദേഹത്തോടൊപ്പം നിൽക്കരുത് എന്ന്. പിന്നെ ഇക്ബാൽ വരാൻ കാരണം എന്താ? നമ്മുടെ പാലക്കാടിന്റെ MLA ഇപ്പൊ വരണല്ലോ. നമ്മളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണല്ലോ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പറഞ്ഞാല് നമ്മുടെ MLA അല്ലേ, പാലക്കാടിന്റെ MLA അല്ലേ, എന്നുണ്ടെന്ന പ്രശ്നം. പക്ഷെ അത് പാർട്ടി കൃത്യമായി അദ്ദേഹത്തെ ഇത്രയും ആരോപണം വന്ന് പുറത്താക്കി. പക്ഷെ അത് താങ്കളത് കാര്യമാക്കുന്നില്ല എന്നാണോ? കാര്യമാക്കണില്ല എന്നല്ല, നമ്മുടെ MLA ആണല്ലോ, പാലക്കാടിന്റെ